ഇന്ന് രാവിലെ തന്നെ എനിക്ക് നല്ല അബദ്ധം പറ്റി കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ തന്നെ മഴയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ മിനിമം 3 കോട്ടാണ് പ്ലാസ്റ്റിക് കോട്ട് സാധാരണ എല്ലാ ദിവസവും ഉണ്ടാവലുള്ളത്. അങ്ങനെ എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലല്ലോ, കോട്ട് എടുക്കാത്ത ബോധം എനിക്കില്ല കേട്ടോ, ഒരു ബോധവും ഇല്ലാതെയാണ് പോരുന്നത്. എന്നിട്ട് കുറച്ചിങ്ങ് പോന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്തു. വണ്ടിമേൽ നമുക്ക് പോരാൻ പറ്റൂല എന്നുള്ള അവസ്ഥയിൽ മഴ പെയ്തു. അങ്ങനെ പിന്നെ ഞാനെന്ത് ചെയ്തപ്പോൾ അവിടെ അടുത്തൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ചെറിയ. ആ സ്റ്റാൻഡിൽ കുറച്ച് ആൾക്കാർ കയറിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവർക്കൊന്നും കോട്ടില്ല, നമ്മുടെ അടുത്ത് കോട്ട് സ്റ്റോക്കാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ വലിയ സ്റ്റൈലാക്കി അവരുടെ മുമ്പ് കൊണ്ടുപോയി നിർത്തിയിട്ട് ഇത് ഡിക്കി അങ്ങ് തുറക്കലും പ്ലിങ്, ഞാൻ ചമ്മിപ്പോയി. ഞാൻ വലിയ കാര്യത്തിൽ ഞാൻ കോട്ടിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണല്ലോ, നോക്കുമ്പോൾ കോട്ടും ഇല്ല, ഒരു തേങ്ങയും ഇല്ല, പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇപ്പോൾ ഏതായാലും ചമ്മിയത് പിന്നെ നാട്ടുകാരെ അറിയിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മളൊരു കഴിവ്. ഞാനൊന്നും അറിയാത്ത പോലെ ഞാൻ വേറെ എന്തോ നോക്കുന്ന പോലെയൊക്കെ കാട്ടിയിട്ട് മെല്ലെ എന്ത് ചെയ്തു, ബസ് സ്റ്റാൻഡിൽ പോയി നിന്നു. എന്നിട്ട് മഴ അങ്ങ് കുറഞ്ഞതിൻ്റെ ശേഷം പിന്നെ വീട്ടിൽ പോയി. അല്ലാതെ ഇപ്പം ഉണ്ടാക്കാണ്. ഞാൻ റേഷൻ ഫ്രൂട്ട് തന്നെയാണ്, റേഷൻ ഫ്രൂട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സാധനത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇത് മറ്റേ വയലറ്റ് കളർ സാധനം ഉണങ്ങിപ്പോയി. ഇത് ഭയങ്കര മധുരമുള്ളത്. എനിക്ക് മറ്റേതിനോടാണ് കുറച്ചും കൂടി ഇഷ്ടം. മറ്റേത് നല്ല പുളിയുണ്ടോ, ഇതിന് നല്ല പുളി ഉണ്ടല്ലോ. ഇതിന് സാധാരണ മധുരം ഉണ്ടാവലില്ല. അല്ല ശരി, ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. ഇതിന് ശരിക്കും നല്ല മധുരമുള്ള സാധനമായിരുന്നു. ഞാൻ എന്നിട്ട് മധുരം നല്ല ഓവറായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പഞ്ചസാര ഇടാതെ തിന്നേന്. അപ്പം മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് കേട്ടോ, കേട്ടോ, മഴയൊക്കെ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ ഉറക്കൊക്കെ ഉണന്ന് ചുമ്മാ തരുന്നത് ഇങ്ങനെ തിന്നാം.